ആടുകയായിരുന്നു പഞ്ചവാദ്യ വേദിയിൽ അലി അക്ബർ ഷാ. നമ്മുടെ ഷാബാസ് പോയത് ഒപ്പനയ്ക്കാണെന്നുണ്ടെങ്കിൽ അലി പഞ്ചവാദ്യത്തിനാണ് പോയത്. കൊട്ടി 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 എത്ര കൊട്ടാണ് കേട്ടിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? പോകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് എൻജോയ് ചെയ്യാൻ പറ്റുമോ, എന്താണ് അവസ്ഥ എന്നൊക്കെ. പക്ഷെ പോയി കഴിഞ്ഞാൽ ഓളത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ ഒരു ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള മത്സരമായിരുന്നു. പ്രത്യേകിച്ച് 13 ടീമുകളാണ് മത്സരിച്ചത്. അതിൽ ഒരൊറ്റ വനിതാ ടീമാണ് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ അവരാണ് ഏറ്റവും ഗംഭീരമാക്കിയത്. അതായത് അവിടെ അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഓളമൊക്കെ അങ്ങ് മാറി, ഉറങ്ങിക്കിടന്നവരൊക്കെ അങ്ങ് എഴുന്നേറ്റ്. സത്യത്തിൽ ജഡ്ജസും എല്ലാവരും ഒന്ന് കുറച്ചുകൂടി ഓണായത് സത്യത്തിൽ ആ പെൺകുട്ടികൾ കയറിയപ്പോഴാണ്. കണ്ണൂരിൽ നിന്ന് വന്ന ടീമായിരുന്നു. അവരായിരുന്നു ആ വേദിയിൽ ഏറ്റവും ഗംഭീര അട്രാക്ഷൻ. അതുപോലെ ഒരു കുഞ്ഞുമോൻ, നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്ന ഒരു ധ്രുവ് എന്ന് പറഞ്ഞൊരു കുഞ്ഞുമോൻ, ഇതൊക്കെയായിരുന്നു അവിടുത്തെ അട്രാക്ഷൻ. ഗംഭീരമായിരുന്നു എക്സ്പീരിയൻസ്. അപ്പോൾ പഞ്ചവാദ്യത്തെ കുറിച്ച് അലി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ലേ? അപ്പോൾ നമുക്കതൊന്ന് പ്രേക്ഷകരെ കാട്ടിയിട്ട് വരാം. അലിയുടെ റിപ്പോർട്ട്, പഞ്ചവാദ്യ വേദിയിൽ അലി കണ്ട കാഴ്ചകൾ. താളമേളപ്പൊലിമയ്ക്ക് പേരുകേട്ട കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് പഞ്ചവാദ്യങ്ങളുടെ അകമ്പടിയുമായി തലസ്ഥാന നഗരിയിലെത്തിയ പെൺപട. ലക്ഷ്യം വിജയം മാത്രം. കണ്ണൂർ സെന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺപുലികളാണ് പഞ്ചവാദ്യ മത്സരം നടന്ന വേദി 12-നെ പ്രകമ്പനം കൊള്ളിച്ചത്. 13 ടീമുകൾ മത്സരിച്ച വേദിയിലെ ഒരേയൊരു വനിതാ സംഘം. കൊട്ടിയിറങ്ങിയപ്പോൾ നമുക്ക് ഇത്രയും കാലത്തെ എഫേർട്ട് നമ്മൾ ചെയ്തത് നമ്മുടെ മാഷന്മാരുടെയും നമ്മുടെ ഹെഡ് മിസ്ട്രസിനെയും, നമുക്ക് 2 മാഷന്മാരുണ്ട്, ഉണ്ണി മാഷും പ്രമോദ് മാഷും, 2 ആൾക്കാരുടെ എഫേർട്ടും നമ്മുടെ പ്രാക്ടീസും എല്ലാം കൊണ്ടാണ് ഇത് കിട്ടിയത്. അപ്പോൾ വളരെ സന്തോഷം തോന്നി. 5 മാസം കൊണ്ട് ടീമിനെ പൂർണ്ണ സജ്ജമാക്കിയത് ഗുരുക്കന്മാരായ നീലേശ്വരം പ്രമോദും നീലേശ്വരം ഉണ്ണികൃഷ്ണനും. 20 മിനിറ്റ് നീണ്ട മേളത്തിന്റെ തളർച്ച മറന്ന് ശിഷ്യർ ഓടിയെത്തിയതും ഗുരുക്കന്മാരുടെ അടുത്തേക്ക്. പഞ്ചവാദ്യങ്ങളുടെ അകമ്പടിയോടെ കണ്ണൂരിൽ നിന്നും തലസ്ഥാന നഗരിയിലേക്ക് എത്തിയ ഈ പെൺപട പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. വിജയത്തിളക്കത്തോടെ മാത്രമേ മടങ്ങൂവെന്ന്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതല്ല, പഞ്ചവാദ്യമൊക്കെ ഗംഭീരമാക്കിയിട്ട് വന്നിരിക്കുകയാണ്. റിസൾട്ട് എങ്ങനെയുണ്ട്? എന്തോ പഞ്ചവാദ്യ റിസൾട്ട് എങ്ങനെയാണ്? റിസൾട്ട് ഞാൻ പറഞ്ഞില്ല, പെൺകുട്ടികളുടെ ടീം അവർ തന്നെയാണ്. ഞാൻ കണ്ടതുപോലെ തന്നെയായിരുന്നു. എൻ്റെ റിസൾട്ട് തന്നെയായിരുന്നു ജഡ്ജസ് ഫസ്റ്റ് അടിച്ചു എ ഗ്രേഡ് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൽ 2 ചരിത്ര നിമിഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് ആ പെൺകുട്ടികളുടെ ഗംഭീര പെർഫോമൻസ്, 2 എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുട സബ് ജില്ലയിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായി ഒരു ടീം ഈ പറയുന്ന പഞ്ചവാദ്യ മത്സരത്തിന് പങ്കെടുക്കുന്നു. ആ ടീം സംസ്ഥാന തലം വരെ എത്തുന്നു. അതായത് ആ കുട്ടികൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഒന്ന് മത്സരിക്കുക എന്നത് മാത്രമായിരുന്നു. ആ സബ് ജില്ലയിൽ ആ കുട്ടികൾ ചരിത്രം കുറിച്ചു, ആ സ്കൂളിൽ ചരിത്രം കുറിച്ചു. നമ്മൾ കണ്ടില്ലേ, മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കണ്ടോ. വ്യത്യസ്തമായി മത്സരിച്ചവർ നമുക്ക് വേണ്ടി ഒന്നു ചേരുകയാണ്. അറമനമുട്ടിന്റെ ടീം ഇതാ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതെ അതെ, അലിയുടെ ഒരു പാട്ട് കൂടി നമുക്ക് കേട്ടിട്ട് പോവാം. ഒരു 2 വരി. ഈ പിള്ളേർക്കൊരു ഓളമാവട്ടെ. ഒരു 2 മിനിറ്റിന് ശേഷം മതിയോ? പാടിക്കോ. ഒരു 2 വരി കവിത ചൊല്ലി നിർത്താം. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പീലി തന്നു, എന്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു, ആത്മശിഖരത്തിലൊരു കൂടു തന്നു. നമ്മൾ ഗംഭീര ഓളത്തിലേക്ക് കടക്കുമല്ലേ? ഗംഭീര ഓളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പ്രസാദും അലിയും നമ്മളിൽ നിന്ന് മാറുന്നു. ആമിന വരുന്നു.